ഇപ്പോൾ രാഹുൽ ഗാന്ധി ശിവഗിരി മഠത്തിൽ എത്തിയിട്ടുണ്ട്. ഇത്ര പെട്ടെന്ന് പീരുമേട്ടിൽ നിന്ന് ശിവഗിരി മഠത്തിലേക്ക് എത്തിയോ? വേഗത്തിൽ എത്തിയിട്ടുണ്ടല്ലോ. അപ്പോൾ സച്ചിദാനന്ദയാണെന്ന് തോന്നുന്നു. സച്ചിദാനന്ദ ആണ് രാഹുൽ ഗാന്ധിയെ സ്വീകരിക്കുന്നുണ്ട്. KC വേണുഗോപാലുണ്ട്, അടൂർ പ്രകാശുണ്ട്. പ്രേക്ഷകരെ ഒക്കെ അവരെ കാണാം. ഇന്ന് വൈകുന്നേരം പുത്തരിക്കണ്ടത്ത് മൈതാനത്താണ് രാഹുൽ ഗാന്ധി പ്രസംഗിക്കുക. നേരത്തെ കുട്ടിക്കാനത്ത് നിന്ന് പീരുമേടിലാണ് രാഹുൽ ഗാന്ധിയെ കണ്ടത്. 2-2.5 മണിക്കൂർ കൊണ്ട് വളരെ വേഗം എത്തി അല്ലേ? ഇപ്പോൾ ശിവഗിരിയിൽ തന്നെയാണ് ദൃശ്യമുള്ളത്. രാഹുൽ ഗാന്ധി ശിവഗിരിയിൽ എത്തിയിട്ടുണ്ട്. ചാണ്ടിയുമനെ കാണാം, PC വിശ്വനാഥിനെ കാണാം, മറ്റ് നേതാക്കളും അവിടെയുണ്ട്. രാഹുൽ ഗാന്ധി ശിവഗിരി മഠം സന്ദർശിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നേരത്തെ രാവിലെ പീരുമേട്ടിലെ ഗ്ലെൻ സ്റ്റേറ്റ് എസ്റ്റേറ്റിൽ രാഹുൽ ഗാന്ധി തേയിലത്തൊഴിലാളികൾക്കൊപ്പം നിൽക്കുന്ന ദൃശ്യങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ ശിവഗിരി മഠത്തിലേക്ക് രാഹുൽ ഗാന്ധി എത്തുകയാണ്. ഇന്നലെ രാഹുൽ ഗാന്ധി പറഞ്ഞൊരു കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ ശ്രീനാരായണ ഗുരുവിൻ്റെയും മഹാത്മാഗാന്ധിയുടെയും ഒക്കെ സമാധി മണ്ഡപത്തിൽ പോയി പുഷ്പാർച്ചന നടത്തുകയല്ല വേണ്ടത്. അത് ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മൾ അവരുടെയൊക്കെ വാക്കുകൾ ആശയത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കണം, ആശയങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കണം എന്നുള്ളതാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. പ്രതീഷ് നമുക്കൊപ്പമുണ്ട്. പ്രതീഷ്, ഇപ്പോൾ രാഹുൽ ഗാന്ധി പീരുമേട്ടിൽ നിന്ന് നേരെ ശിവഗിരിയിലേക്കാണ് എത്തിയത്. ഇന്ന് വൈകുന്നേരം പുത്തരിക്കണ്ടത്തെ പരിപാടിയിലാണ് രാഹുൽ ഗാന്ധി പങ്കെടുക്കാൻ പോകുന്നത്. അവിടെ സച്ചിദാനന്ദ അടക്കമുള്ള സ്വാമികൾ അടക്കമുള്ളവരാണ് രാഹുൽ ഗാന്ധിയെ ശിവഗിരിയിലേക്ക് സ്വീകരിച്ചിരിക്കുന്നത്. അല്പസമയം ശിവഗിരിയിൽ ചെലവഴിച്ച ശേഷമേ രാഹുൽ മടങ്ങുകയുള്ളൂ പ്രതീഷ്? അരുൺകുമാർ, തീർച്ചയായും അല്പസമയം മുമ്പാണ് രാഹുൽ ഗാന്ധി ശിവഗിരി മഠത്തിലെത്തിയത്. നമുക്കിപ്പോൾ കാണുന്ന ദൃശ്യങ്ങളിൽ കാണുന്നത് മഹാസമാധിയിൽ രാഹുൽ ഗാന്ധി പുഷ്പാർച്ചന നടത്തുന്നതാണ്. ശിവഗിരി ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദ അടക്കമുള്ളവർ ഇപ്പോൾ രാഹുൽ ഗാന്ധിക്കൊപ്പമുണ്ട്. ഒപ്പം കോൺഗ്രസ് നേതാക്കളും ചാണ്ടിയുമൻ MLA അടക്കമുള്ള നേതാക്കളാണ് നിലവിൽ രാഹുൽ ഗാന്ധിക്ക് ഒപ്പമുള്ളത്. അല്പസമയം ഇവിടെ ചെലവഴിച്ച ശേഷമായിരിക്കും രാഹുൽ ഗാന്ധി മടങ്ങുന്നത്. ഈ മഹാസമാധിയിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷം ശാരദാ മഠത്തിലും രാഹുൽ ഗാന്ധി സന്ദർശിക്കും. തുടർന്ന് ഗസ്റ്റ് ഹൌസിൽ ഈ സച്ചിദാനന്ദ സ്വാമിയുമായി കൂടിക്കാഴ്ച ഉണ്ടാകും എന്നതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ അറിയാൻ കഴിയുന്നത്. ഒപ്പം അതിനുശേഷമായിരിക്കും ഇവിടെ നിന്ന് ഈ തിരുവനന്തപുരത്തേക്ക് പോവുക. പുതിയ യാത്രയിലാണ് ഇനി രാഹുൽ ഗാന്ധി പങ്കെടുക്കുക. അതിനു മുമ്പായി IT പ്രൊഫഷണലുമായുള്ള കൂടിക്കാഴ്ചയും രാഹുൽ ഗാന്ധിക്കുണ്ട്. ഈ ശിവഗിരി മഠവുമായി ബന്ധപ്പെട്ട് ഇന്നലെയും രാഹുൽ ഗാന്ധിക്ക് കൊല്ലത്ത് പരിപാടി ഉണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ശിവഗിരി മഠത്തിലും രാഹുൽ ഗാന്ധി സന്ദർശനം നടത്തിയിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു. പ്രതീക്ഷാണ് വിവരങ്ങൾ നൽകിയത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, രാഹുൽ ഗാന്ധി അങ്ങനെ ശിവഗിരിയിലേക്ക് എത്തിയിരിക്കുകയാണ് പീരുമേട്ടിൽ നിന്ന്. എത്ര വേഗം അല്ലേ? പീരുമേട്ടിൽ നിന്ന് മുണ്ടക്കയം വഴി വളരെ വേഗം തന്നെ അദ്ദേഹം അവിടെ എത്തി. 7 മണി 7:30 നമ്മൾ ആ ദൃശ്യങ്ങൾ കണ്ടത്. പീരുമേട്ടിൽ ഗ്ലെൻ എസ്റ്റേറ്റിൽ രാഹുൽ ഗാന്ധിയും ഡീൻ കുര്യാക്കോസും ഒക്കെ പോകുന്ന ദൃശ്യങ്ങൾ.